നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 370th day. Today 60th sloka of 5th chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 370 ദിവസം. ഇന്ന് 5ാമത്തെ അധ്യായത്തിലെ 60ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈത ദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 5ാമത്തെ അധ്യായത്തിലെ 60ാമത്തെ ശ്ലോകം. ദുഷ്പൂരം ദുർധരം ദുഷ്ടം സദോഷം ക്ഷണഭംഗുരം കൃമിവിഡ്ഭസ്മ സംജ്ഞാതം ശരീരമിതി വർണ്ണിതം. ദുഷ്പൂരം ദുർധരം ദുഷ്ടം സദോഷം ക്ഷണഭംഗുരം കൃമിവിഡ്ഭസ്മ സംജ്ഞാതം ശരീരമിതി വർണ്ണിതം. വീണ്ടും ഈ ശ്ലോകത്തിലും ശരീരത്തെ പറ്റിയാണ് പറയുന്നത്. ദുഷ്ടമായിട്ടുള്ളത്, അതായത് മോശമായിട്ടുള്ളതും തൃപ്തി വരുത്താൻ പ്രയാസമായിട്ടുള്ളതും ധരിപ്പാൻ ദുഷിച്ചതും വാതപിത്ത കഫം മുതലായതു കൂടിയതും വേഗത്തിൽ ക്ഷണത്തിൽ നശിക്കുന്നതും കൃമികളും മറ്റും മലമായിട്ടും കൃമിയായിട്ടും ഭസ്മമായിട്ടും ഒക്കെ കലാശിക്കുന്നതുമാണ് ശരീരം എന്ന് പറയുന്നു. അതായത് ശരീരത്തിൻ്റെ അന്ത്യത്തിൽ ഒന്നിക്കിൽ അത് കൃമികളാൽ നശിക്കപ്പെടും, അല്ലെങ്കിൽ കത്തിച്ച് ശാമ്പലാക്കപ്പെടും, അല്ലെങ്കിൽ വേസ്റ്റായിട്ട് അലിഞ്ഞു തീരും, മണ്ണിൽ അലിഞ്ഞു തീരും. ഇങ്ങനെ ഉള്ള ആ ശരീരം നിമിഷത്തിൽ നശിക്കുന്നതും മുഴുവനായിട്ടും തൃപ്തിപ്പെടുത്തുവാൻ പ്രയാസമായിട്ടും വാതം പിത്തം കഫം എന്നിവയാൽ നിറഞ്ഞിരിക്കുന്നതും മുന്നേ പറഞ്ഞു അസ്ഥികളാൽ നിർമ്മിതമായി ഞരമ്പുകളാൽ വലിച്ചു മുറിക്കപ്പെട്ട് മാംസവും രക്തവും ചേർന്ന് ചർമ്മം കൊണ്ട് ആവരണം ചെയ്തത് എന്നൊക്കെ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞു. 2-3 ശ്ലോകങ്ങളിലായിട്ട് ഈ ശരീരത്തിൻ്റെ നശ്വരതയും ശരീരത്തിൻ്റെ മുഖ്യമില്ലാത്തമയുമാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ഈ ശരീരം ഭഗവത് സ്തുതിക്ക് വേണ്ടി ഉപയോഗിച്ചില്ലെങ്കിൽ, ശ്രീമദ് മഹാഭാഗവത ശ്രവണം മാതിരിയുള്ള മഹത്തായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചില്ലെങ്കിൽ വെറും വ്യർത്ഥമാണ് എന്നാണ് പറയുന്നത്. ശരീരത്തിന് ഒരു മുഖ്യത്വവും കൊടുക്കരുത്, നിലനിർത്തുവാൻ വേണ്ട മാത്രം കാര്യങ്ങൾ ചെയ്യുക, അല്ലാതെ ശരീരമാണ് മുഖ്യം എന്ന് കരുതരുത് എന്ന് നാം മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ശ്ലോകങ്ങളിലൂടെ ശരീരത്തിൻ്റെ നശ്വരത, ശരീരത്തിനെ പറ്റി ഇങ്ങനെ വ്യക്തമായിട്ട് പറയുന്നത്. ഈ ശ്ലോകത്തിൽ പറയുന്നത് ദുഷ്പൂരം ദുഷിച്ചത്, ദുർധരം എന്നാണ് ദുഷിച്ചത്, ദുഷ്പൂരം എന്നാൽ സർവ്വതാ ദോഷങ്ങൾ നിറഞ്ഞത്, ദുഷ്ടമായിട്ടുള്ളത് മോശമായിട്ടുള്ളത്, സദ്ദോഷങ്ങൾ നിറഞ്ഞത്, ക്ഷണഭംഗുരം വേഗത്തിൽ നശിക്കുന്നത്, കൃമിയും ഭസ്മവും മലവും മലം ഭസ്മം എന്നൊക്കെയായി മാറുന്നത്, ഇങ്ങനെയുള്ള ശരീരമാണ് എന്ന് ശരീരത്തെ ഇങ്ങനെയാണ് വർണ്ണിക്കുന്നത് എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. കഴിഞ്ഞ ശ്ലോകത്തിലും അങ്ങനെയാണ് പറഞ്ഞത്. ദുർഗന്ധമായിട്ടുള്ളത്, മൂത്രം മലവും നിറഞ്ഞ പാത്രം, ജരയും ശോകവും ഒക്കെ ഉണ്ടാകുന്നത്, രോഗത്തിൻ്റെ നിറകുടം എന്നൊക്കെയാണ് കഴിഞ്ഞ 2 ശ്ലോകങ്ങളിലുമായിട്ടൊക്കെ പറഞ്ഞത്. അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്ന ശരീരമല്ല, അതിൻ്റെ ഉള്ളിൽ വസിക്കുന്ന ആ പരമാത്മാവിൻ്റെ അംശമാണ് മുഖ്യം. ശരീരം നശ്വരമാണ്, ഏത് നിമിഷവും ഇല്ലാതാകാം. ഇനി ഇല്ലാതാകാൻ നിലനിൽക്കുമ്പോൾ തന്നെ അതിനെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ പല വിധത്തിലുള്ള മോശം അതിൽ നമുക്ക് കാണാൻ സാധിക്കും എന്ന് മനസ്സിലാക്കാം. ശ്ലോകം ഒരിക്കൽ കൂടി. ദുഷ്പൂരം ദുർധരം ദുഷ്ടം സദോഷം ക്ഷണഭംഗുരം കൃമിവിഡ് ഭസ്മ സംജാതം ശരീരമിതി വർണ്ണിതം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.